വർഷത്തിലധികം നീണ്ട പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന ലീഗ് നേതാവ് എം കെ മുനീറിന് ബാക്കിയാകുന്നത് കടവും ജപ്തി നോട്ടീസും മറ്റു ബാധ്യതകളുമാണ്. 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെ CH മുഹമ്മദ് കോയ പണിത നടക്കാവിലെ ക്രസൻ ഹൗസ് എന്ന വീടിനാണ് ജപ്തി നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. മുനീറിന്റെ പിതാവ് CH മരിക്കുമ്പോഴും കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി ഇടപെട്ടാണ് ഈ കടങ്ങൾ തീർത്തത്. മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരിക അടുപ്പമുള്ള വീടാണിത്. കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൗസ് CH പണിത വീടാണിത്. പിന്നീട് 10 വർഷം മുമ്പാണ് എം കെ മുനീർ ഈ വീട് നവീകരണത്തിന് വേണ്ടി കോഴിക്കോട് സിറ്റി ബാങ്കിൽ നിന്നും 35 ലക്ഷം രൂപ. ഒന്നും നോക്കണ്ട, സഹായിക്കണം, വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷത്തോളം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിട്ടും കടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സഹായിക്കണം. കൈയിട്ട് വാരിയിട്ടുണ്ടാവില്ല, അതന്നെ നമ്മൾ കണ്ടാൽ മതി, വേറെ ഒന്നും കണ്ട. ശരിക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ന് കണ്ടു നടന്ന് ജനങ്ങളെ സേവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്, അതായത് തൻ്റെ കുടുംബം പോലും നോക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കൈയിട്ട് വാരാതെ തൻ്റെ ആ ഒരു സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയൊരു നേതാവിനെ ഇന്ന് കണ്ടു. ഒരു പക്ഷേ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായിട്ടുള്ള ഡോക്ടറിൻ്റെ ആ ജോലിക്ക് പോക്കാണെങ്കിൽ ഇദ്ദേഹത്തിന് കോടികൾ സമ്പാദിക്കാമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ, അതായത് പിന്നെ എന്താ പറയേണ്ടത്, ഏത് പാർട്ടിക്കാരനായാലും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ ഭേദമേന്യ ഒരു വിഷമം തോന്നും എല്ലാവർക്കും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ സുഖമില്ല എന്നാണ് തോന്നുന്നത്. എം കെ മുനീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പല ചേരികളിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ തന്നെ 25 ലക്ഷം രൂപയോളം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ എഴുതിത്തള്ളിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം അഭിമാനിയാണ്. ഇദ്ദേഹം ആരെ അറിയിക്കാതെ ഇങ്ങനെ കൊണ്ടുപോക്കായിരുന്നു. എപ്പോഴെങ്കിലും ഇതൊന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീരെ വയ്യാക വന്നപ്പോഴാണ് ഇപ്പോഴിത് നാട്ടുകാരെല്ലാവരും അറിഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇത് തീർത്തു കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയുകയാണ്, ഇത് എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കണം. കാരണം കറ കളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതാണ് കറ കളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. കാരണം ഒരു ലാഭവും നോക്കാതെ വെറും പൊതുജനങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു മനുഷ്യൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇഷ്ടംപോലെ കോടികൾ വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. ഈ ഒരു കടത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ ആവശ്യങ്ങളില്ലായിരുന്നു. അദ്ദേഹം ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സേവനത്തിനിറങ്ങി, അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇന്ന് നടുത്തെരുവിൽ നിൽക്കുന്നത്. വലിയ പ്രയാസത്തോടു കൂടിയിട്ട് ഇന്നത് പറയുന്നത് കേട്ടപ്പോഴേ ശരിക്കും ഇന്ന് എല്ലാവരുടെയും, അതായത് ഞാൻ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയ ഭേദമേനെ എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുക, ലീഗുകാരനാണ് അദ്ദേഹം എങ്കിലും ഒരു CPM കാരനായാലും BJP കാരനായാലും മറ്റുള്ളവനായാലും നല്ല രീതിയിൽ മനുഷ്യസ്നേഹിയായിട്ടുള്ള എല്ലാവരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊമ്പരം ഉണ്ടാക്കുന്ന ഒരു വാക്ക് തന്നെയാണത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സഹായിക്കണം. ഒറ്റ വാക്കിൽ പറയാണ്, സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഷ്ടം ഇന്ന് തീർത്തു കൊടുക്കണം. അത്രത്തോളം അദ്ദേഹം അഭിമാനിയാണ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ മകനാണ്. അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിക്കുമ്പോഴും ഒരുപാട് കടക്കാരനായിരുന്നു. പിന്നീട് ആ പാർട്ടിയും കാര്യങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, K കരുണാകരൻ ഇടപെട്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ പഠിപ്പൊക്കെ എന്താ പറയുക സാമ്പത്തികപരമായിട്ട് നിർത്തിവെച്ചപ്പോഴേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടപെട്ടിട്ടാണ് റെഡിയാക്കി കൊടുത്തത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം ഇദ്ദേഹം ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ നേതാക്കളുടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകുന്നില്ലെങ്കിലും പലരെയും സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകും. ഒരുപാട് പേരുടെ എങ്ങനെയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നവരൊക്കെ ഇന്ന് വലിയ വീടും കാര്യങ്ങളും ബംഗ്ലാവും ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും, അതായത് ഇവിടെ സീറ്റ് ഇല്ലാത്തവനായാലും ശരി സീറ്റ് ഇല്ലാത്തവനായാലും ശരി, ഏതെങ്കിലും ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കട്ടുമുടിച്ചിട്ട്, ഇപ്പം തന്നെ കാണുന്നില്ല ശബരിമലയിൽ അവിടെ കയറിയിട്ട് കട്ടുമുടിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. അതേപോലെ പല സ്ഥലങ്ങളിലൊന്നും പറഞ്ഞാൽ കമ്മീഷൻ അടിച്ചിട്ടും കട്ടുമുടിച്ചിട്ടും ഇവരൊക്കെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുകയാണ്, മുനീറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കിട്ടാൻ നമുക്ക് ഒരുപാട് പണിയുണ്ട്. കാരണം വെറും രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് അദ്ദേഹമൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാകുന്നത്. ഇന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഒരു വസ്തുവില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനായി കഴിഞ്ഞാലോ അതുപോലെ തന്നെ മറ്റുള്ള അലവൻസ് ആയി കഴിഞ്ഞാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടു ചെലവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യാഭ്യാസ ചെലവും കറണ്ട് ബില്ലും ഫോൺ ബില്ലും ഇതെല്ലാം അടക്കണ്ടേ, ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ബാങ്ക് ലോൺ അടക്കാൻ കഴിഞ്ഞില്ല. ആരെയും അറിയിക്കാതെ എങ്ങനെ നീട്ടി കൊണ്ടുപോക്കായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാങ്ക് കുറച്ച് സമയം കൂട്ടി കൊടുത്തിട്ടുണ്ട്, അവർക്കത് തിരിച്ചു പിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ ഇനിയിപ്പോൾ വലിയ ഒരു എന്താ പറയേണ്ടത് നല്ല ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആദർശമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിതെറ്റിയിട്ടുണ്ട്, അടിപതറിയിട്ടുണ്ട്. അവസാന കാലത്തെങ്കിലും അവർ ഒരുപാട് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട മനുഷ്യർ, അത് ഇന്ന പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടിക്കായി കഴിഞ്ഞാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് 5 രൂപ അതായത് അവരുടെ പോക്കറ്റിൽ നിന്നും അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ട് 1 രൂപ പോലും വാങ്ങിക്കാത്ത ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോയിട്ടുണ്ട്. അവരെ ആരും സഹായിക്കാൻ തയ്യാറാകാതെ ഒരുപാട് പേര് ഇന്നും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ജനപ്രതിനിധിയായിട്ട് 10-30 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാലയളവ് തന്നെയാണ്. ഇഷ്ടംപോലെ ചാൻസ് കിട്ടിയിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ലളിതമായ ജീവിതം ജീവിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ പലതരത്തിലും മന്ത്രിമാരായാലും MLA-മാരായാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രതിനിധികളായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോഴും ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചില MLA-മാരായാലും മന്ത്രിമാരായാലും ഒരു ആരോപണം പോലും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറും പ്രവർത്തകർ കൊണ്ടിട്ട് കൊടുക്കുന്ന ഈ മുണ്ട് ഷർട്ടും മാത്രം ഇട്ട് ധരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചിലപ്പോൾ പുച്ഛിക്കും, ഇയാളൊക്കെ എന്ത് രാഷ്ട്രീയക്കാരനാടി, മറ്റവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അയാളെ കണ്ടുപിടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി പോലും, അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ വർഷം ഈ നോമിനേഷൻ കൊടുത്തവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, അവരിപ്പോഴും ചെയ്യുമ്പോഴും സാമ്പത്തികത എന്തായിരുന്നു, അവരുടെ ഭാര്യയുടെ പേരിൽ എന്തായിരുന്നു, അതുപോലെ മക്കൾക്കുണ്ടാകുന്ന സ്വത്തുക്കൾ വർധന, ഇതെല്ലാം നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ആരും പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുനീർ സാഹിബിനെ പോലെയുള്ള അതായത് നല്ല മനസ്സുകളെ ഒരു തരത്തിലും ജനങ്ങളെ കൈവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം ആ മനുഷ്യൻ അതിന് അർഹനാണ്. അദ്ദേഹം 1 രൂപ പോലും നമ്മുടെ ജനങ്ങളുടെ അടുത്ത് നിന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് അദ്ദേഹത്തിൻ്റെ 49 ലക്ഷം രൂപയുടെ ജപ്തി. അതാണ് മനസ്സിലാക്കേണ്ടത്. 1 കോടിയോ 2 കോടിയോ ഒന്നുമില്ല, 1, 2, 3 കോടിയില്ല. ആഡംബര വീടിൻ്റെ ഇതാണെന്ന് വിചാരിക്കേണ്ട. അദ്ദേഹത്തിന് 50 ലക്ഷത്തിന് താഴെ മാത്രമാണ് അദ്ദേഹത്തിന് കടമുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ മനസ്പ്രയാസത്തിലാണ്. ഇതെല്ലാവരും അറിഞ്ഞപ്പോഴേ നാണക്കേടായി ഒന്നും നോക്കണ്ട, ഒരു നാണക്കേടും ഇല്ല. കാരണം അങ്ങയെ എല്ലാവരും ഇന്ന് വാഴ്ത്തിപ്പാടും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങയുടെ ആ സത്യസന്ധതയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും മാർക്കിടും. അതാണ് രാഷ്ട്രീയ ഭേദമേന്യെ അല്ലെങ്കിൽ ജാതി മതഭേദമേന്യെ മനുഷ്യനായി കാണുന്ന സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഈ ഒരു പ്രവൃത്തിക്ക് നല്ല 100-ൽ 100 മാർക്കാണ് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം മനുഷ്യസ്നേഹി തന്നെയാണ്. കാരണം പൈസ ഉണ്ടാക്കാൻ അറിയാത്ത മനുഷ്യസ്നേഹി, ഇത്രയും മന്ത്രിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തിളങ്ങി നിന്ന ഒരു മനുഷ്യൻ. കൊണ്ട് തന്നെ മുനീർ സാഹിബിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ സഹായിക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിനുണ്ട്. ജാതി മത ഭേദമേന്യേ എല്ലാവർക്കും ഉണ്ട്. ഏതായാലും അത് ലീഗ് കൃത്യമായിട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എന്നാലും പറയുകയാണ്, അദ്ദേഹത്തിന് യാതൊരുവിധ മനപ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യ സ്നേഹിയാണ്. ഒരു അധികാരത്തിൻ്റെ ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാത്ത, അതായത് നല്ല സത്യസന്ധനായ ഭരണാധികാരി എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് അദ്ദേഹം. അദ്ദേഹം എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ 30 വർഷം കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കാമായിരുന്നു. ഒരു കാരണവശാലും ഇതൊന്നും ചോദിക്കാൻ വേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ആകെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ സൽപ്പേര് തന്നെയാണ്. പക്ഷേ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പോഴും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടികളാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴെന്താ ചെയ്യുന്ന, അധികാരമാണ് വേണ്ടത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആദർശശീലന്മാരാണ് നടന്നവരൊക്കെ എന്ന് പറഞ്ഞ് ഇനിയൊരു 2 കൊല്ലവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ലോകം അങ്ങനെയാണ്. ഇന്ന് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ പൈസ വേണം. നമ്മൾ വെറുതെ നടന്നു പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പോലെ ഇങ്ങനെ നടന്നു പോകാം, ബസ്സിന് പോകാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും തന്നെ വില കൂടിയ കാറുകൾ വേണം. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ വില കൂടിയ AC കൾ വേണം, എല്ലാ സജ്ജീകരണങ്ങളും വേണം. അപ്പോഴും മാത്രമാണ് വീട്ടിൽ പോലും ഇന്ന് നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് എല്ലാവരുടെയും ജീവിതം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.